നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ LDC ഇടുക്കി മലപ്പുറം 2024 ക്വസ്റ്റ്യൻസ് ആണ്. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക. ആൻസർ 1, 2, 3 എന്നിവയാണ് ശരിയായിട്ടുള്ളത്. മന്നത്ത് പത്മനാഭൻ അധ്യക്ഷനും കേളപ്പൻ സെക്രട്ടറിയുമായി ഒരു സത്യാഗ്രഹ കമ്മിറ്റി രൂപീകരിച്ചു. ഗാന്ധിജിയുടെ അനുവാദത്തോടെ കേളപ്പൻ 1932 സെപ്റ്റംബർ 22 ക്ഷേത്രനടയിൽ ഉപവാസം ആരംഭിച്ചു. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1932 ഒക്ടോബർ 2 കേളപ്പൻ ഉപവാസം അവസാനിപ്പിച്ചു. വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ ആയിരുന്നു. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഉള്ള ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? മന്നത്ത് പത്മനാഭൻ അധ്യക്ഷനും കേളപ്പൻ സെക്രട്ടറിയുമായ ഒരു സത്യാഗ്രഹ കമ്മിറ്റി രൂപീകരിച്ചു. ഗാന്ധിജിയുടെ അനുവാദത്തോടെ കേളപ്പൻ 1932 സെപ്റ്റംബർ 22 ക്ഷേത്രനടയിൽ ഉപവാസം ആരംഭിച്ചു. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1932 ഒക്ടോബർ 2 കേളപ്പൻ ഉപവാസം അവസാനിപ്പിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. ഇവിടെ ശരിയായിട്ടുള്ളത് 1, 2, 4 എന്നിവയാണ് ശരിയായിട്ടുള്ളത്. 1947 തൃശ്ശൂരിൽ വെച്ച് കേളപ്പൻ്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള സമ്മേളനം നടന്നു. 1947 തൃശ്ശൂരിൽ വെച്ച് കേളപ്പൻ്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള സമ്മേളനം നടന്നു. അധ്യക്ഷൻ കേളപ്പൻ. അപ്പോൾ 1947 തൃശ്ശൂരിൽ വെച്ച് കേളപ്പൻ്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള സമ്മേളനം നടന്നു. 1949 ജൂലൈ 1 നടന്ന തിരുക്കൊച്ചി സംയോജനം ഐക്യ കേരളത്തിൻ്റെ ആദ്യ പടിയായി കണക്കാക്കപ്പെട്ടു. 1956 നവംബർ 1 ഐക്യ കേരളം നിലവിൽ വന്നു. 1956 നവംബർ 1 ഐക്യ കേരളം നിലവിൽ വന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ശരിയായവ? 1947 തൃശ്ശൂരിൽ വെച്ച് കേളപ്പൻ്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള സമ്മേളനം നടന്നു. 1949 ജൂലൈ 1 നടന്ന തിരുക്കൊച്ചി സംയോജനം ഐക്യ കേരളത്തിൻ്റെ ആദ്യപടിയായി കണക്കാക്കപ്പെട്ടു. 1956 നവംബർ 1 ഐക്യ കേരളം നിലവിൽ വന്നു. അടുത്ത ക്വസ്റ്റ്യൻ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ എടുക്കുക. ശരിയായവ ഏതൊക്കെയാണ്? ഇവിടെ ശരിയായിട്ടുള്ളത് 1, 3, 4 എന്നിവയാണ് ശരിയായിട്ടുള്ളത്. ബ്രിട്ടനെതിരെ കോളനിക്കാരുടെ ആക്ഷേപത്തിന് പ്രധാന കാരണം മെർക്കന്റിലിസം എന്ന സാമ്പത്തിക സിദ്ധാന്തം ആയിരുന്നു. 1764 ബ്രിട്ടീഷ് പാർലമെൻറ്റ് പഞ്ചസാര ആക്ട് പാസാക്കി. ഈ നിയമം അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന പഞ്ചസാരയുടെ ഒരു ചുങ്കം ചുമത്തി. ബ്രിട്ടീഷ് ധനകാര്യമന്ത്രിയായിരുന്ന ചാൾസ് ടൗൺഷെൽസ് അമേരിക്കൻ ഇറക്കുമതി ചുങ്ക നിയമം പാസാക്കി. അപ്പോൾ എന്തൊക്കെയാണ്? ബ്രിട്ടനെതിരെ കോളനിക്കാരുടെ ആക്ഷേപത്തിന് പ്രധാന കാരണം മെർക്കന്റിലിസം എന്ന സാമ്പത്തിക സിദ്ധാന്തമായിരുന്നു. 1764 ബ്രിട്ടീഷ് പാർലമെൻറ്റ് പഞ്ചസാര ആക്ട് പാസാക്കി. ഈ നിയമം അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന പഞ്ചസാരയുമേൽ ചുങ്കം ചുമത്തി. ബ്രിട്ടീഷ് ധനകാര്യമന്ത്രിയായിരുന്ന ചാൾസ് ടൗൺഷെൽസ് അമേരിക്കൻ ഇറക്കുമതി ചുങ്കം നിയമം പാസാക്കി. അടുത്ത ക്വസ്റ്റ്യൻ, അഡോൾഫ് ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. ഇവിടെ ശരിയായിട്ടുള്ളത് 1, 2, 4 എന്നിവയാണ് ശരിയായിട്ടുള്ളത്. ഹിറ്റ്ലർ രചിച്ച നാസിസത്തിൻ്റെ സുവിശേഷ ഗ്രന്ഥമാണ് മെയിൻ കാഫ് അഥവാ എൻ്റെ സമരം. ഹിറ്റ്ലർ രചിച്ച നാസിസത്തിൻ്റെ സുവിശേഷ ഗ്രന്ഥമാണ് മെയിൻ കാഫ് അഥവാ എൻ്റെ സമരം. 1934 ജർമ്മൻ പ്രസിഡന്റ് ഹിൻഡൻബർഗ് അന്തരിച്ചപ്പോൾ ഹിറ്റ്ലർ ചാൻസലർ സ്ഥാനവും പ്രസിഡന്റ് സ്ഥാനവും തന്നിൽ ഏകീകരിച്ച് 3ാം ജർമ്മൻ സാമ്രാജ്യം സ്ഥാപിച്ചു. 1934 ജർമ്മൻ പ്രസിഡന്റ് ഹിൻഡൻബർഗ് അന്തരിച്ചപ്പോൾ ഹിറ്റ്ലർ ചാൻസലർ സ്ഥാനവും പ്രസിഡന്റ് സ്ഥാനവും തന്നിൽ ഏകീകരിച്ച് 3ാം ജർമ്മൻ സാമ്രാജ്യം സ്ഥാപിച്ചു. ഹിറ്റ്ലർ ചാരവൃത്തിക്ക് വേണ്ടി വിദഗ്ധ പരിശീലനം കൊടുത്തവരായിരുന്നു എലൈറ്റ് ഗാർഡ് SS. എലൈറ്റ് ഗാർഡ് ആരായിരുന്നു? ഹിറ്റ്ലർ ചാരവൃത്തിക്ക് വേണ്ടി വിദഗ്ധ പരിശീലനം കൊടുത്തവരായിരുന്നു എലൈറ്റ് ഗാർഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായത് കണ്ടെത്തുക. ശരിയായിട്ടുള്ളത് 2, 3, 4 ആണ്. ചമ്പാരൻ 1917, അഹമ്മദാബാദ്
ഖേദ ചമ്പൻ 1917, അഹമ്മദാബാദ് 1918, ഖേദ 1918. 77ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിനെ അടിസ്ഥാനമാക്കി താഴെ തന്നിരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. മികച്ച നടൻ ജെസ്സി പ്ലെമോൺസ്, മികച്ച നടി എമിലിയ പെരസ്, ജൂറി പ്രൈസ് എമിലിയ പെരസ്, മികച്ച സംവിധായകൻ മിഖേൽ ഗോമസ്. ഹരിതഗ്രഹ വാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോട്ടോകോൾ ഏതാണ്? ആൻസർ ക്യോട്ടോ പ്രോട്ടോകോൾ ആണ്. ജപ്പാനിലാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. റംസാൻ കൺവെൻഷൻ എന്ന് വെച്ചാൽ റംസാൻ ഉടമ്പടി നിലവിൽ വന്ന എന്നാണ് 1975. അപ്പോൾ ഹരിതഗ്രഹ വാതകങ്ങൾ നിയന്ത്രിക്കാനുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോട്ടോകോളാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. ആനർ ഗിർന ഏത് നദിയുടെ പ്രധാന പോഷക നദിയാണ്? ആനർ ഗിർന എന്നീ ഏത് നദിയുടെ പോഷക നദിയാണ്? താപ്തി നദിയുടെ പോഷക നദിയാണ് ആനർ ഗിർന. അപ്പോൾ ഉപദ്വീപീയ ഇന്ത്യയെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ് താപ്തി നദി. ഫ്രംഷ താഴ്വരയിലൂടെ ഒഴുകുന്ന രണ്ടാമത്തെ നദിയും താപ്തി നദിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് ശാല ഇന്ത്യയിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? ദുർഗിലാണ് സ്ഥിതി ചെയ്യുന്നത്. റഷ്യയുടെ സഹായത്തോടെ 1959 സ്ഥാപിതമായി ഭിലായ്, അതെവിടാണ് സ്ഥിതി ചെയ്യുന്നത്? ദുർഗ് ഛത്തീസ്ഗഡിലാണ്. ദുർഗ് ഛത്തീസ്ഗഡ് എന്നാണ് 1959. ആരുടെ സഹായത്തോടെ? റഷ്യയുടെ സഹായത്തോടെ. എവിടാണ്? ദുർഗിലാണ്, ഛത്തീസ്ഗഡ്. ആ പ്ലാന്റ് പേര് ഭിലായ്. രാത്രികാലങ്ങളിൽ പർവ്വത പ്രദേശങ്ങളിൽ നിന്ന് താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റാണ് പർവ്വതക്കാറ്റ്. ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകളെ ഡാഷ് എന്ന് പറയുന്നു. എന്താണ്? ഈസ്റ്റിങ്സ് എന്ന്. ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശകളിൽ വരച്ചിരിക്കുന്ന രേഖകളെ ഈസ്റ്റിങ്സ് എന്നറിയപ്പെടുന്നു. കർണാടകത്തിലെ ആദിചുഞ്ചനഗിരി പക്ഷി സങ്കേതം ഏത് പക്ഷിയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? മയില്. താഴെ പറയുന്ന ഇന്ത്യയിൽ നിലനിന്ന ഭൂവുടമ സമ്പ്രദായമാണ് സെമിന്ദാരി സമ്പ്രദായം, റൈറ്റ്വാരി സമ്പ്രദായം, ഫ്യൂഡൽ സമ്പ്രദായം, മഹൽവാരി സമ്പ്രദായം. എല്ലാം ശരിയാണ്. ഇന്ത്യയിൽ നിലനിന്ന ഭൂവുടമ സമ്പ്രദായമാണ് സെമിന്ദാരി സമ്പ്രദായം, റൈറ്റ്വാരി സമ്പ്രദായം, ഫ്യൂഡൽ സമ്പ്രദായം, മഹൽവാരി സമ്പ്രദായം. ഒരു ദ്വിതീയ മേഖല സമ്പദ് വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന മേഖലകളെ സംബന്ധിച്ച് ശരിയായ ജോഡി കണ്ടെത്തുക. ആൻസർ എന്ന് പറയുന്നത് കുടുംബങ്ങൾ, സംരംഭങ്ങളാണ്. അപ്പോൾ ദ്വിതീയ മേഖല സമ്പദ് വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന മേഖലകളെ സംബന്ധിച്ച് ശരിയായ ജോഡി കുടുംബങ്ങൾ, സംരംഭങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ പറയുന്ന തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്ന സേവനമാണ് വാർത്താവിനിമയം. അടുത്ത താഴെ രണ്ട് പ്രസ്താവന തന്നിരിക്കുന്നു. ഒരെണ്ണം ദൃഢപ്രസ്താവനയാണ്, മറ്റൊന്ന് കാരണം. ദൃഢപ്രസ്താവനം അസോഷൻ എന്ന് വെച്ചാൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാന ഖന വ്യവസായത്തിനുള്ള പൊതുമേഖലാ നിക്ഷേപത്തിന് ഊന്നൽ കൊടുത്ത്. കാരണം ഇന്ത്യയിലെ സ്വകാര്യ മേഖല ദുർബലവും വൻകിട നിക്ഷേപം നടത്തുന്നതിനോ നിക്ഷേപ സമാഹരണം നടത്തുന്നതിനോ ഉള്ള ശേഷിയും പ്രാപ്തിയും ഉള്ളതായിരുന്നില്ല. മുകളിലെ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഉചിതമായ ഉത്തരം കണ്ടെത്തുക. എയും ആറും ശരിയാണ്. കൂടാതെ 6 കൃത്യമായ വിശദീകരണമാണ്. എന്താണ് പറഞ്ഞിട്ടുള്ള? രണ്ടാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാന ഖന വ്യവസായത്തിലുള്ള പൊതു നിക്ഷേപത്തിന് ഊന്നൽ കൊടുത്തു എന്നാണ്. കാരണം ഇന്ത്യ സ്വകാര്യ മേഖല ദുർബലവും വൻകിട നിക്ഷേപം നടത്തുന്നതിനോ നിക്ഷേപ സമാഹരണം നടത്തുന്നതിനോ ഉള്ള ശേഷിയും പ്രാപ്തിയും ഉള്ളതായിരുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ ചേരുംപടി ചേർക്കാനാണ്. ഇവിടെ ആൻസർ പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന് വെച്ചാൽ സാർവത്രിക ബാങ്കിംഗ് സേവനമാണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന സാർവത്രിക ബാങ്കിംഗ് സേവനമാണ്. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന ഹ്രസ്വകാല തൊഴിൽ പരിശീലനമാണ്. രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാൻ എന്ന് പറയുന്ന പഞ്ചായത്ത് രാജ് സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ PM ഗ്രാം സഡക്ക് യോജന എന്ന് വെച്ചാൽ ഗ്രാമീണ ഊർജ സംരക്ഷണമാണ്. അപ്പോൾ പ്രധാനമന്ത്രി ജൻധൻ യോജന സാർവത്രിക ബാങ്കിംഗ് സേവനം, പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന ഹ്രസ്വകാല തൊഴിൽ പരിശീലനം, രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാൻ പഞ്ചായത്ത് രാജ് സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ, PM ഗ്രാം സഡക്ക് യോജന ഗ്രാമീണ ഊർജ സംരക്ഷണം. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യ ഗവൺമെൻറ് അടുത്ത കാലത്തായി ചെറുധാന്യങ്ങൾ രാജ്യവ്യാപകമായി കൃഷി ചെയ്യുന്നതിന് വലിയ പ്രോത്സാഹനം നൽകുന്നുണ്ട്. കൂടാതെ മില്ലറ്റ്സ് പോഷക സമ്പന്നത്തിലും മുൻപന്തിയിൽ നിൽക്കുന്നു. ഇന്ത്യയിലെ മില്ലറ്റ്സ് ഉൽപ്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ.
പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന പദ്ധതിയുമായി അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏത്? അപ്പോൾ അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഡി ആണ്. അപ്പോൾ അനുയോജ്യമായ പ്രസ്താവന ഇന്ത്യയിലെ കുടുംബങ്ങൾക്ക് സൗജന്യ നിരക്ക് വൈദ്യുതി ലഭ്യമാക്കാൻ തുടങ്ങിയ പദ്ധതിയാണ് PM സൂര്യഘർ മുഫ്തി ബിജ്ല യോജന. ഈ പദ്ധതി പ്രകാരം വീടുകളുടെ മുകളിൽ സോളാർ പാനൽ വയ്ക്കാൻ സബ്സിഡി നൽകുന്നു. സർക്കാരിൻ്റെ വൈദ്യുതി ചെലവ്, ഇതിൻ്റെ ഒരു ലക്ഷ്യമാണ് സർക്കാരിൻ്റെ വൈദ്യുതി ചെലവ് കുറയുന്നു എന്നത്. പദ്ധതി പ്രകാരം 1 കോടി കുടുംബങ്ങൾക്ക് ഗുണം ലഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇത് വന്നത് എന്നാണ് 2024 ഫെബ്രുവരി 15 വന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് ആധാരമാക്കി മാറിയ ലക്ഷ്യപ്രമേയത്തിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ താഴെ പറയുന്ന ഏതാണ് ശരിയായിട്ടുള്ളത്? നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ലക്ഷ്യപ്രമേയം 1947 ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പാസ്സാക്കപ്പെട്ടു. നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ലക്ഷ്യപ്രമേയം 1947 ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പാസ്സാക്കപ്പെട്ടു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് 8 പ്രധാന കമ്മിറ്റികൾ രൂപീകരിക്കപ്പെട്ടു. താഴെ പറയുന്ന അത്തരം കമ്മിറ്റിയുടെ അധ്യക്ഷന്മാർ ശരിയായത് ഏതൊക്കെയാണ്? ശരിയായിട്ടുള്ളത് എന്ന് വെച്ചാൽ 1, 2, 4 ആണ് ശരി. യൂണിയൻ പവേഴ്സ് കമ്മിറ്റി നെഹ്റു, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി നെഹ്റു, റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. യൂണിയൻ പവേഴ്സ് കമ്മിറ്റി നെഹ്റു, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി നെഹ്റു, റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അപ്പോൾ റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി രാജേന്ദ്ര പ്രസാദ്, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി നെഹ്റു, യൂണിയൻ പവേഴ്സ് കമ്മിറ്റി നെഹ്റു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ പൗരത്വത്തെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവന 1, 3 ആണ്. ഇന്ത്യൻ ഭരണഘടന പാർട്ട് 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ ഭാഗങ്ങളിൽ പൗരത്വത്തെക്കുറിച്ച് പറയുന്നു. 1955 പൗരത്വ നിയമം അനുസരിച്ച് 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം, 5 രീതിയിൽ പൗരത്വം നേടിയെടുക്കാം. ഏത് ഭാഗം 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ്. 1955 പൗരത്വ നിയമം അനുസരിച്ച് 3 രീതിയിൽ നഷ്ടപ്പെടാം, 5 രീതിയിൽ പൗരത്വം നേടിയെടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, മൗലിക അവകാശങ്ങളുടെ ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവന ഏതാണ് ശരിയായത്? ഈ ക്വസ്റ്റ്യൻ 32 വകുപ്പിനെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ 32 വകുപ്പ് ഹൃദയ ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് നെഹ്റു അല്ല, BR അംബേദ്കർ ആണ്. കേശവാനന്ദ ഭാരതി കേസ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ആമുഖവുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ 27 വകുപ്പ് പറയുന്നുണ്ട്, ഏതെങ്കിലും മതത്തിൻ്റെ പ്രോത്സാഹനത്തിന് വേണ്ടി നികുതി കൊടുക്കുവാൻ നിർബന്ധിക്കുന്നതിനെതിരെയുള്ള അവകാശമാണ് 27 പറയുന്നത്. 42 ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 1ഉം 2ഉം ആണ് ശരി. ഭാരതീയ ഭരണഘടനയോട് പാർട്ട് 4 ഭരണഘടനയോട് കൂട്ടിച്ചേർത്തു. ലോക്സഭയുടെ കാലാവധി നീട്ടി. 42 ഭരണഘടന ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന പാർട്ട് 4 ഭരണഘടനയോട് കൂട്ടിച്ചേർത്തു, ലോക്സഭയുടെ കാലാവധി നീട്ടി എന്നിവയാണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ പെട്രോളിയം പ്രകൃതിവാതക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി ശ്രീ ഹർദീപ് സിംഗ് പുരിയാണ്. 2027 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി BJP ആയിരുന്നു. ലോക്സഭയിലേക്ക് നടന്ന ഈ തെരഞ്ഞെടുപ്പ് എത്രാമത്തെ തെരഞ്ഞെടുപ്പായിരുന്നു? ആൻസർ 18ാമത്തെ തെരഞ്ഞെടുപ്പാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച നൂതന പദ്ധതിയാണ് വയോമിത്രം എന്ന് പറയുന്നത്. സ്നേഹസാന്ത്വനം എൻഡോസൾഫാനും ബന്ധപ്പെട്ടതാണ്. സ്നേഹപൂർവ്വം മാതാപിതാക്കളെ ഒരാൾ നഷ്ടപ്പെടുകയോ മറ്റൊരാൾക്ക് കുഞ്ഞുങ്ങളെ നോക്കാൻ കഴിയാതെ വരുമ്പോഴുള്ള പദ്ധതിയാണ് സ്നേഹപൂർവ്വം എന്ന് പറയുന്നത്. വയോമിത്രം എന്ന് പറയുന്നത് എന്താണ്? വയോനയം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിനാണ് വയോമിത്രം. താഴെ പറയുന്ന സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? യോജിക്കുന്ന പ്രസ്താവനകൾ 1ഉം 2ഉം ആണ്. ഭരണഘടനയുടെ പഞ്ചായത്ത് രാജ് ആക്ടിൻ്റെയും അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്ത് ശുപാർശകൾ സമർപ്പിക്കാൻ നിയുക്തമായതാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ എന്ന് പറയുന്നത്. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്. ഫസ്റ്റ് ചെയർമാൻ PM എബ്രഹാം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ വിമാനത്താവളം എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏത് വിമാനത്താവളമാണ്? സൗരോർജ്ജ വിമാനത്താവളം കൊച്ചിയിലാണ്. 1999 അന്താരാഷ്ട്ര പദവി ലഭിച്ച കേരളത്തിലെ വിമാനത്താവളമാണ്
സമ്പൂർണ്ണ സൗരോർജ്ജ വിമാനത്താവളം. കണ്ണൂർ വിമാനത്താവളം വന്ന് 2018 ഡിസംബർ 9-നാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഒരു സാമ്പത്തിക വർഷം എത്ര തൊഴിൽ ദിവസങ്ങൾ ഉറപ്പ് നൽകുന്നു? 100 ആണ്. ശുചിത്വ, മാലിന്യ സംസ്കരണം, ജലവിഭവ സംരക്ഷണം, കാർഷിക മേഖലയുടെ വികസനം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതിന് കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഹരിത കേരള മിഷന്റെ ബ്രാൻഡ് അംബാസിഡറാണ് KG യേശുദാസ്. അടുത്ത ക്വസ്റ്റ്യൻ, 2024 പ്രഖ്യാപിച്ച 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ഫീച്ചർ ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആട്ടം. സംസ്ഥാനങ്ങളിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണർ. മനുഷ്യഹൃദയത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ഇരട്ട സ്ഥലമാണ് പെരികാർഡിയം. എന്ന കോശത്തെ പൊതിഞ്ഞ സ്ഥലമാണ് പ്ലാസ്മ. ശ്വാസകോശത്തെ പൊതിഞ്ഞതാണ് പ്ലൂറ. നിപ്പ അസുഖം ഉണ്ടാകുന്ന രോഗാണുവാണ് വൈറസ്. ഹരിതഗൃഹവാതത്തിന് ഉദാഹരണമല്ലാത്തത് ഓക്സിജനാണ്. മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾ സൗജന്യ ചികിത്സ ലഭിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് താലോലം. ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള പ്രധാന കാരണങ്ങളാണ് വ്യായാമക്കുറവ്, അമിതവണ്ണം. ശ്വേതരക്താണുക്കളിൽ ഉൾപ്പെടാത്തത് ഏത്? ത്രോംബോസൈറ്റ് ആണ്. അപ്പോൾ ശ്വേതരക്താണുക്കളിൽ ഉൾപ്പെടുന്നത് ന്യൂട്രോഫില്, മോണോസൈറ്റ്, ലിംബോസൈറ്റ്.